അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള ഖതമുൽ ഖുർആൻ മജ്ലിസിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ഈ മജ്ലിസിൽ ഇത് തുടങ്ങിയ അന്നു മുതലുള്ള ആളുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇടയിൽ വന്ന് ജോയിൻ ചെയ്തവരുമൊക്കെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ദിവസമെങ്കിലും ഈ ഖതമുൽ ഖുർആൻ മജ്ലിസിൽ പങ്കാളിയായ എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ചൊവ്വാഴ്ച ദിവസം മാസം കാണുകയാണെങ്കിൽ മഗ്‌രിബിന് ശേഷം മാസം കണ്ട വിവരം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇശാന് ശേഷം തറാവി നമസ്കാരം നിങ്ങൾ നിർവഹിക്കണം. മക്കളെയും പുരുഷന്മാരെയൊക്കെ തറാവി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പറഞ്ഞയക്കണം. അതുപോലെ 3-4 വീടുകളൊക്കെ ആയിട്ട് വീട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് തറാവി നിസ്കരിക്കുന്നവർ, ജമാഅത്തായി നിസ്കരിക്കുന്ന ഉമ്മമാർ സഹോദരിമാരുണ്ടെങ്കിൽ അവർ അങ്ങനെ തന്നെ തറാവി ജമാഅത്തൊക്കെ ആയിട്ട് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് മാസം കണ്ടാൽ നാളെ റമളാൻ 1 അതല്ല, ഇന്ന് കണ്ടില്ലെങ്കിൽ മറ്റന്നാൾ എന്തായിരുന്നാലും റമളാൻ 1. അപ്പം നാളെ ആയിരിക്കും എന്തുണ്ടാവുക, തറാവി ഉണ്ടാവുക എന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നാളെ നോമ്പ് നാളെയാണോ മറ്റന്നാളാണോ? നോമ്പ് 1-നാണ് നമ്മൾ ഖത്തം വഴങ്ങുന്നത്. അന്ന് തന്നെ പുതിയ ഖത്തം നമുക്ക് തുടങ്ങാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ. പല ആളുകളും മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ, ഉപ്പയുടെ പേരിൽ, ഭാര്യയുടെ ഭർത്താവിൻ്റെ ഒക്കെ പേരിൽ ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് ഹദിയകൾ അയച്ച് തന്നിട്ടുണ്ട്. ഖത്തം ദുആ മജ്ലിസിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ട് 1-2 ആളുകളുടെ ഡീറ്റെയിൽസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ മജ്ലിസിൽ പൈസ വന്ന് കിടക്കുന്നുണ്ട്. ഖത്തമുൽ ഖുർആൻ മജ്ലിസിൻ്റെ GPay നമ്പറിൽ പൈസ വന്നിട്ടുണ്ട്. പക്ഷെ അവരാരാണ് അയച്ചത്, അവരുടെ ദുആ വസിയത്തൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അയച്ച ആളുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ വായിച്ചവരുടെ മുറാദുകളൊക്കെ പറഞ്ഞ്, നമ്മൾ ദുആ വസിയത്തിൻ്റെ ദുആൻ്റെ മുമ്പ് മുറാദുകളൊക്കെ പറയാലോ, അതിൽ പേരുകളൊക്കെ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരുകൾ പെടാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ അറിയിക്കണം. ഇന്നലെ പൈസ അയച്ചു തന്നിട്ട് നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അവരവരുടെ ദുആ വസിയത്തുകൾ, ഓതിയ ഖത്തമുകൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് അറിയിക്കണം. ഹദിയ അയച്ചെന്നവർ മാത്രമല്ല ദുആ വസിയത്തുകളൊക്കെ അറിയിക്കേണ്ടത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകമായി ദ്വാരക്കും. അതിൻ്റെ പുറമെ പലവർക്കും പല പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ളവരും ദുആ വസിയത്തുകൾ അറിയിക്കണം. അയച്ചു തന്നവർ ദുആ വസിയത്തുകൾ അറിയിച്ചവർ ഇനി അറിയിക്കേണ്ട, അതൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചിലവർ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരായിരിക്കും, അവർ ഹദിയൊന്നും അയക്കണ്ട. ബുദ്ധിമുട്ടുള്ളവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മറ്റുള്ളവരെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങി മജ്ലിസിലേക്ക് ഹദിയ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ അയൽവാസികൾക്കോ പാവപ്പെട്ടവർക്കോ ഉപ്പയുടെ ഉമ്മയുടെ ഭർത്താവിൻ്റെ ഒക്കെ പേരിൽ ഹദിയ അയച്ചാൽ മതി. മജ്ലിസിലേക്ക് അയക്കണമെന്ന് നിർബന്ധമില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മജ്ലിസിലേക്ക് ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് അസറിന് മുമ്പായിക്കൊണ്ട് അയക്കണം. കാരണം നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ എഴുതിയെടുത്ത് നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നാളെ നോമ്പാണെങ്കിൽ ഇന്ന് മഗ്‌രിബിന് ശേഷം ഇശാന് ശേഷം ഒക്കെ നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ എഴുതിയെടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് പരിശുദ്ധമായ റമളാൻ 1 നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ് നാം ഈ ഓതുന്ന ഖത്തം വഴങ്ങുക, അവരുടെ പേരിൽ ഹദിയകൾ ചെയ്യുക എന്നുള്ളതൊക്കെ. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها
فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين
إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജ്ഹിയലില്ലദി ഖലഖഹു വഖദ്ദറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക. അത് അറിയുന്നവർ അത് ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക. ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക. ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا
فليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓതിയ പരിശുദ്ധമായ ഖത്തം അള്ളാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 160ഓളം ദിവസമായി ഈ ഖത്തം നാം തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദിവസം നാം ഓതിയത്, ഈ ദിവസങ്ങളിൽ നാം ചൊല്ലിയത്, ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റെല്ലാ സൽക്രമങ്ങൾ, ഹദിയകൾ അയച്ചു തന്നത്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, നാം ദുആ ചെയ്തത്, ആമീൻ പറഞ്ഞത് ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു മഹത്തായ മജ്ലിസായി, ഈ സദസ്സായി ഇതിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അവരോടൊത്ത് നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഈഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ അറബ് മാസം ശഅബാൻ 29 ഇന്ന് മാസം കാണുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇന്ന് തറാവി നമസ്കാരം ഉണ്ടായിരിക്കും. നാളെ നോമ്പ് റമളാൻ 1 ഇന്ന് മാസം കാണുകയാണെങ്കിൽ ഇന്ന് തന്നെ രാത്രികളിൽ തന്നെ നിയ്യത്തുകളും റമളാനിൻ്റെ നോമ്പിൻ്റെ നിയ്യത്തുകളൊക്കെ വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മാസം കണ്ടില്ലെങ്കിൽ നാളെ എന്തായിരുന്നാലും തറാവി നിസ്കാരം ഉണ്ടാകും. വ്യാഴാഴ്ച 1 അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. റമളാൻ 1 എന്നാണോ ഇന്ന് മാസം കണ്ടാൽ നാളെ നമ്മൾ ഖത്തം വഴങ്ങും. നാളെയാണ് മാസം കാണുന്നതെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഖത്തം വഴങ്ങും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അന്ന് തന്നെ പുതിയ ഖത്തം തുടങ്ങാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചില ആളുകളൊക്കെ ഹദിയകൾ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് സ്ക്രീൻഷോട്ടോ മറ്റും വാട്സപ്പിലേക്ക് വിട്ടു തരാത്തത് കൊണ്ട്, ഞാൻ വാട്സപ്പിൽ സേവ് ചെയ്ത നമ്പറല്ല ജിപേയിലുള്ള നമ്പർ, അതുകൊണ്ട് ആളുകൾ മനസ്സിലാവാത്ത 1-2 ആളുകളുണ്ട്. ഇതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാത്തവരും ദുആയിൽ ഉൾപ്പെടുത്താത്തവരും അതുപോലെ പേര് വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദയവ് ചെയ്ത് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ എനിക്ക് വോയിസ് വിട്ടാൽ മതി. ഇത്ര ഖത്തം ഞാൻ ഓതിയിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹദിയ അയക്കുന്നവർ അവരുടെ മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്ക് ഉപകരിക്കണം, അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. നിങ്ങളത് ചെയ്യുന്നതോടുകൂടെ തന്നെ ആ പ്രതിഫലം അവരുടെ ഖബറിടത്തിലേക്ക് എത്തി. പക്ഷേ അത് മജ്ലിസിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ മനസ്സിന് റാഹത്ത്, ഞങ്ങൾക്കൊരു റാഹത്തിന് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്താലാണ് മനസ്സിന് അത് റാഹത്തും സമാധാനവും സന്തോഷവുമാവുക. അതല്ലെങ്കിൽ ആ പൈസ നമുക്കൊരു പ്രയാസമായിട്ട് മാറും. ആയതുകൊണ്ട് പ്രിയമുള്ള മോമിനിയങ്ങൾ, നിങ്ങൾ ദുആ വസിയത്തുകൾ അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫാത്തിമ വളാഞ്ചേരി അവർ ഹദിയ അയച്ചിട്ടുണ്ട്, ഖത്തം ഓതുന്നുണ്ട്. മാതാപിതാക്കൾ, ഭർത്താവ്, സഹോദരങ്ങൾ, അമ്മായിമ്മ, അമ്മോശൻ തുടങ്ങി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുറാദ് ഹസിലാകാൻ രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രിയപ്പെട്ട സഹോദരിയായ അയച്ച ഹദിയ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലത്തിലും
പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവരുടെ കബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിക്കൊണ്ടിരിക്കുന്നതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഫാത്തിമ വളാഞ്ചേരിയുടെ നാത്തൂന് ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. തലവേദന മാറാൻ, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് തലവേദന ഉണ്ട്, അത് മാറാനും, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഭർത്താവ്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കാനൊക്കെ പറഞ്ഞ് ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയ സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസുഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് തലവേദന, മറ്റു വിഷമങ്ങൾക്കൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവ്, മാതാപിതാക്കൾ, സഹോദരി അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അവരുടെ കബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു എത്തിച്ചു നൽകട്ടെ. ആമീൻ. താജുന്നിസ ബീവി കണിയാപുരം, പിന്നെ അവർ ഭർത്താവ് 2 ഖത്തം, താജുന്നിസ ബീവി 2 ഖത്തം, അങ്ങനെ 4 ഖത്തമാണ് അവർ ഓതുന്നത്. പ്രത്യേകിച്ച് അവർ 2 പേരുടെയും ഉമ്മ, വാപ്പ, അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മകൾക്കും കുടുംബത്തിനും നമുക്കൊക്കെ പരിപൂർണ്ണ ഹിദായത്തിന് വേണ്ടി തെറ്റിദ്ധാരണകളിൽ നിന്നൊക്കെ മാറി പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് താജുന്നിസ ബീവി ഉമ്മാൻ്റെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം, പ്രയാസമുണ്ട്, അത് റബ്ബിനറിയാം, അവരെന്നോടത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആ മനസ്സിലെ വിഷമം മാറാനും അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ റാഹത്താകാനൊക്കെ വേണ്ടി ദ്വാരക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഷക്കീലമ്മ തട്ടാമല 2 ഖത്തം ഓതുന്നുണ്ട്. ഉമ്മ, വാപ്പ, ഭർത്താവ്, സഹോദരങ്ങൾ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെയൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരയച്ച ഹജ്ജ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിനും പരത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി മുറാദ് ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമിൽ എന്തെങ്കിലും പാകപ്പഴമുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകട്ടെ. ആമീൻ. റസീന മുഹമ്മദ് കറുകപ്പുത്തൂര് 2 ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരിലൊക്കെ വഴങ്ങാൻ ഈ ഓരോരുത്തരും ഖത്തം ഹദിയ അയച്ചവരൊക്കെ അവരുടെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഖത്തം വഴങ്ങാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ പേരിലൊക്കെ ഹദിയകൾ അയച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഊതിയ ഖത്തമുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അയച്ച ഹദിയ സ്വതക്ക അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ പിന്നെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ദുആ വസിയത്ത്. ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട് നമ്മുടെ റസീന മുഹമ്മദ് കറുകപ്പുത്തൂര്. പിന്നെ മെയ് 4-നാണ് യാത്ര. ഞാനും ഭർത്താവുമാണ് പോകുന്നത്. ഭർത്താവിൻ്റെ കാലിന് നീരുണ്ട്, സുഖമാകാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവരുടെ ഭർത്താവ് ഹജ്ജിന് പോവാണ്. അതുപോലെ ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഹജ്ജിന് പോകാനും ആ കർമ്മങ്ങളൊക്കെ റാഹത്തോടെ സന്തോഷത്തോടെ പരിപൂർണമായി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാമ്പത്തിക മേഖലയിലേക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. രോഗങ്ങളിലൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്ത് ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റംല അലിയാരി ചെറുവട്ടൂര് മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരി എല്ലാ ആഴ്ചയിലും ലക്ഷക്കണക്കിന് ദിക്റുകളും സലാത്തുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചൊല്ലി നമ്മുടെ മജ്ലിസിലേക്ക് അറിയുന്ന ഒരു സഹോദരിയാണ്. അള്ളാഹു ആ സഹോദരിയുടെ ഹദിയ അള്ളാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ, വിഷമങ്ങളുണ്ട്. അള്ളാഹുയുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. വീട് സംബന്ധമായി, സ്ഥലം സംബന്ധമായ കുറച്ച് പ്രയാസങ്ങളുണ്ട്, അതൊക്കെ നീക്കി അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. അതുപോലെ മകനക്ക് അള്ളാഹു റാഹത്തായ ജോലി, ഒരു സ്വാലിഹായ ഇണയൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി അവർ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരിയാണ്. അള്ളാഹു അനുഗ്രഹമാകുന്ന അവൻ്റെ അനുഗ്രഹമാകുന്ന ഉറക്കമൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ സുബൈദ അമ്മ കൈപ്പമംഗലം ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, ഭർത്താവ്, മറ്റു കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ വസിയത്ത് അവരുടെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. ഖത്തം ഓതി വഴങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു എത്തിനും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ.
മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഖത്തമായും ഹദിയായും സദഖയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മരിച്ചുപോയ ഭർത്താവ്, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി സാമ്പത്തിക മേഖലയിൽ അള്ളാഹു ഭദ്രത ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുബൈദ കൈതപ്പോയിൽ ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ട ഭർത്താവിനും മാതാപിതാക്കൾക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. മരണപ്പെട്ടുപോയ ഭർത്താവിനും അതുപോലെ തന്നെ മാതാപിതാക്കൾ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. മറ്റൊരു സഹോദരി ഖത്തം ഓതുന്നുണ്ട്. ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട്. ഹജ്ജ് യാത്രയും മറ്റു കർമ്മങ്ങളൊക്കെ റാഹത്തായി ചെയ്യാനും സ്വീകാര്യയോഗ്യമായ രീതിയിൽ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനൊക്കെ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ട ഭർത്താവിനും മാതാപിതാക്കൾക്കും മഗ്ഫിറത്തിനായി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓതുന്ന ഖത്തവും അയച്ച ഹദിയയും ഒക്കെ അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അതിനൊക്കെ പ്രതിഫലം ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന അവർക്കും നമുക്കൊക്കെ അള്ളാഹു അവൻ്റെ താഴ്ത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ കാടാമ്പുഴയുള്ള നഫീസമ്മ പ്രത്യേകം ദ്വാരക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനായി, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനൊക്കെയായി ദ്വാരക്കണമെന്നും ഖത്തം വഴങ്ങാനും പറഞ്ഞിട്ടുണ്ട്. ഹദിയകൾ അയച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ കണ്ണിൽ പ്രഷർ കയറി 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാനും അവരെ കൊണ്ടുനടക്കാനൊക്കെ ഒരാൾ വേണ്ട ഒരു സാഹചര്യമാണ്. നോക്കാനുള്ള ആളുകളൊക്കെ പ്രായം ചെന്നവരാണ്. അപ്പോൾ പ്രത്യേകം നഫീസുമ്മ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത്ഭുതകരമായ ശിഫ നൽകി അതിൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ള രീതിയിലുള്ള കാഴ്ചയെങ്കിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഭർത്താവിൻ്റെ രോഗത്തിന്, നഫീസുമ്മയുടെ രോഗത്തിനൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അയച്ചെന്ന ഹദി അള്ളാഹു കബൂലാക്കട്ടെ. സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവരുടെയൊക്കെ ഖബറടത്തിന് അതിന് പ്രതിഫലം എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ മുറാദും അള്ളാഹു ഹാസിലാക്കി നൽകട്ടെ. ആമീൻ. കൗലത്തുമ്മ പെരുമ്പാവൂര് 2 ഖത്തം ഓതിയിട്ടുണ്ട്. ഒന്ന് ഭർത്താവും ഒന്ന് കൗലത്ത് എന്നവരുമാണ്. അബ്ദുറഹ്മാൻ എന്നവരാണ് ഭർത്താവ്. ഡയാലിസിസ് പേഷ്യൻ്റാണ് അവർ. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 ദിവസവും ഓട്ടോറിക്ഷ വിളിച്ച് ഡയാലിസിന് പോകണം. അപ്പോൾ അവർ ഹദിയൊക്കെ അയച്ചു തന്നപ്പോൾ എനിക്ക് സങ്കടമായി, പ്രയാസമായി. ഞാൻ പറഞ്ഞു എന്തിനാ ഞങ്ങൾ ഹദിയ അയച്ചു തന്നു? ഞാൻ മുമ്പേ പറയാറുള്ളതാണ്, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരാരും നമ്മളെ മജ്‌ലിസിലേക്ക് ഹദിയ അയക്കരുത്. കാരണം അവർക്ക് നമ്മൾ കൊടുക്കേണ്ടവരാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി, കടം വാങ്ങിയുമൊക്കെ ഹദിയ അയക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു പോകരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട കുടുംബത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അവരുടെ മനസ്സിൽ വലിയൊരു പ്രയാസം വിഷമമുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസം വിഷമമൊക്കെ മാറ്റി അള്ളാഹു റാഹത്തിന് സന്തോഷത്തിലൊക്കെ ആക്കി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കാട അസുഖത്തിന് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മകളുടെ കല്യാണത്തിനൊക്കെ പെരുമ്പാവൂരിൽ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അന്നും ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഇവിടെ വന്ന് എന്നൊക്കെ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹമൊക്കെ പോയത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്, സിഹത്ത്, ഖുവത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മരണപ്പെട്ടുപോയ ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ കൗലത്തുമ്മാടെയും മാതാപിതാക്കൾക്കും പിന്നെ ഒരു മകൻ മരണപ്പെട്ടു പോയിട്ട് അവരുടെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഹദിയൊക്കെ അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ മറ്റൊരു സഹോദരി ഖത്തം ഓതുന്നുണ്ട്. പിന്നെ മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൾഫിലുള്ള മകൾക്ക് റാഹത്തായ ജോലി കിട്ടാൻ, അപ്പോൾ അവരുടെ ആ മക്കളുടെ കുടുംബജീവിതം റാഹത്തിലാകാൻ, കടങ്ങൾ വീടാനൊക്കെ പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവരും ഹദിയ അയക്കാൻ വേണ്ടി GPay നമ്പറൊക്കെ ചോദിച്ചതാണ്, ഞാൻ വിട്ടുകൊടുത്തില്ല. കാരണം അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്. ഇല്ലാത്ത സങ്കടത്തിലും ഒക്കെയാണ് നമ്മൾ ദുആവസിയത്ത് ചെയ്തിട്ടുള്ളത്. ആയതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണം. അവർക്ക് ഒരു മകളാണുള്ളത്. ആ മകളുടെ കുടുംബജീവിതം റാഹത്തിലല്ല. പിന്നെ അവർ ഗൾഫിൽ പോയിരിക്കുകയാണ്. കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാഹത്തായ ജോലിയായിട്ടില്ല. പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട്. പല വിഷമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതാണ്. അള്ളാഹു ആ കുടുംബത്തിൻ്റെ പ്രയാസം അള്ളാഹു മാറ്റി റാഹത്തിലാക്കി കൊടുക്കട്ടെ. അവരിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉമ്മാടെ കണ്ണീരിന് അള്ളാഹു ഒരു സമാധാനം, സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഷക്കീലമ്മ തട്ടാമല 2 ഖത്തം ഓതുന്നുണ്ട്. പിന്നെ 5000 സലാത്ത്, 5000 ദിക്ർ, 7000 ഇഖ്ലാസ് സൂറത്തൊക്കെ ഓതിയിട്ടുണ്ട്. ഷാബാൻ 17 ഉമ്മ മരണപ്പെട്ടിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളോട് പറഞ്ഞിരുന്നില്ല.
നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കുമായിരുന്നു. അള്ളാഹു മാകും ഔഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ വാപ്പ, ഭർത്താവിൻ്റെ പിതാവിന്, അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അവർക്ക് സഹോദരങ്ങൾ അടക്കം എല്ലാവരുടെയും മൗഫറത്തിന് വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മൗഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവരയച്ചെന്ന ഹദിയയുടെ പ്രതിഫലം അവരുടെ ഖബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ മുറാദ് ഹാസിലാകാൻ, മക്കളുടെ കുടുംബജീവിത റാഹത്തിൽ സന്തോഷത്തിലാകാൻ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ വേണ്ടി ആവശ്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഖൈറിലും റാഹത്തിലൊക്കെ ആകട്ടെ. ആമീൻ. സുഹറ ചൊക്കിളി 2 ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, മറ്റു കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു ഓതിയ ഖത്തം സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പഴവ് വന്നു വരുന്ന വിട്ടുപുറത്ത് മാപ്പാക്കി നൽകട്ടെ. അവർ അയച്ചെന്ന ഹദിയം അള്ളാഹു കബൂലിയിട്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം ആ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലേക്ക് കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ നോമ്പ് 28-നാണ് നോമ്പ് 28 ഉമ്മാൻ്റെ ആണ്ടാണ്. ഉമ്മാൻ്റെ മൗഫറത്തിന് വേണ്ടി ആവശ്യത്ത് ചെയ്തിട്ടുള്ള അള്ളാഹു മൗഫറത്ത് നൽകട്ടെ. ആമീൻ. മക്കളുടെ കടങ്ങൾ വീടാൻ, മൂത്ത മകന് പോയിട്ട് 3 കൊല്ലമായി. കടം കാരണം നാട്ടിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു സങ്കടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആ കുടുംബത്തിന്, ആ സഹോദരന് നാട്ടിൽ വരാനും കുടുംബവുമായൊക്കെ ബന്ധപ്പെടാനും ഇടപെടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ സുലൈഹ തിണ്ടിലം ഖത്തം ഓതിയിട്ടുണ്ട്. ഭർത്താവ് ഹജ്ജിന് പോകുന്നുണ്ട്. ബ്ലോക്കിൻ്റെ പ്രശ്നം കാരണം എൻജിയോഗ്രാമൊക്കെ കഴിഞ്ഞ വ്യക്തിയാണ്. മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലാതെ റാഹത്തോടു കൂടി മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനും കർമ്മങ്ങളൊക്കെ റാഹത്തായി ചെയ്യാനും ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതൊക്കെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുണ്ട് തൗഫീഖിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ഹത്തം അള്ളാഹു കബൂലാക്കട്ടെ. അവരയച്ചെന്ന ഹദി അള്ളാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടത്തിന് അള്ളാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അവർക്ക് ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ഭർത്താവ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവത്തൊക്കെ നൽകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാൻ ആ പിതാവിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 4 ഖത്തം ഓതുന്നുണ്ട്. അമ്പിയ ഔലിയാക്കളുടെ പേരിൽ 1, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1, മാതാപിതാക്കൾക്കും മരണപ്പെട്ടു പോയവർക്കും വേണ്ടി 1, ഭർത്താവിൻ്റെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്കും 1, അങ്ങനെ 4 ഖത്തം ഓതുന്നുണ്ട്. അള്ളാഹു ഇതൊക്കെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ പേരക്കുട്ടിക്ക് കണ്ണിന് ഗ്ലൂക്കോമയുടെ ബുദ്ധിമുട്ട് കാരണം ഒരു കണ്ണിന് കാഴ്ച കുറവുണ്ട്. ചെറിയ കുട്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിൽ ഓതുന്ന ഖത്തമുകളുടെ ദിക്ർ സ്വലാത്തുകളൊക്കെ ബർക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ഒരുപാട് വല്യപ്പമാരുണ്ട്. അവരുടെയൊക്കെ കണ്ണീരിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട്, അവരുടെയൊക്കെ പ്രാർത്ഥനകളുടെയും വിവാദങ്ങളൊക്കെ ബർക്കത്ത് കൊണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. പ്രത്യേകിച്ച് കുട്ടിയുടെ കണ്ണിന് അള്ളാഹു കാഴ്ചശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ വേറൊരു സഹോദരിയുടെ ഭർത്താവിന് 2 കണ്ണിനും കാഴ്ചയില്ല എന്ന് പറഞ്ഞു. അള്ളാഹു കാഴ്ചശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ മകൻ ഗൾഫിൽ പോയിട്ടുണ്ട്. റാഹത്തായി ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മഈശത്തിൻ്റെ മേഖലയിലേക്ക് ബർക്കത്ത് നൽകട്ടെ. ഇജ്ജത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സീനത്ത് ബീഗം തിരുവനന്തപുരം 5 ഖത്തം ഓതുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളുടെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയയും അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ഖത്തമ് പൂർത്തിയാക്കണമെന്ന തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും പാകപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളൊക്കെ കബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം, ഹദിയയുടെ പ്രതിഫലമൊക്കെ അള്ളാഹു എത്തിച്ച് നൽകട്ടെ. സ്വർഗ്ഗത്തിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ. അവരുടെ മുറാദ് ഹാസിലാക്കി രോഗങ്ങൾക്കുള്ള ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബുട്ടി കൂത്തുപറമ്പ് 2 ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടതായ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളുടെ മൗഫറത്തിനായി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മൗഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മരിച്ചവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഓതിയ ഖത്തമിൽ എന്തെങ്കിലും പാകപ്പെടുന്ന വിട്ടുപുറത്ത് മാപ്പാക്കി നൽകട്ടെ. അള്ളാഹു സാമ്പത്തിക മേഖലയിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദുകളൊക്കെ ഹാസിലാക്കി രോഗശമനം നൽകി അവരുടെയും നമ്മളൊക്കെ വീടുകളിലും കുടുംബത്തിലൊക്കെ അള്ളാഹു റാഹത്തും സന്തോഷവും സമാധാനമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ മറ്റൊരു സഹോദരി, ബാംഗ്ലൂരിലുള്ളൊരു സഹോദരി 2 ഖത്തം ഓതിയിട്ടുണ്ട്. വാപ്പാടെയും ഉമ്മാടെയും സഹോദരിയുടെയും മരണപ്പെട്ടവരുടെ അവരുടെയൊക്കെ പേര് വഴങ്ങാൻ വേണ്ടി ദ്വാരക്കെന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹദി അയച്ചിട്ടുണ്ട്. അള്ളാഹു അവരോധിയ ഖത്തമുകൾ കബൂൽ ചെയ്യട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളും സഹോദരിക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഖത്തമിൻ്റെ പ്രതിഫലവും അതുപോലെ അവരെ അയച്ചെന്ന ഹദിയയുടെ പ്രതിഫലമൊക്കെ ആ പ്രിയപ്പെട്ടവരുടെ
സഹോദരിയുടെ മാതാപിതാക്കൾ അതുപോലെ സഹോദരിയുടെ ഒക്കെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അവർക്ക് ഒരു മകളുടെ വിവാഹം റാഹത്താക്കാൻ വേണ്ടി, വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഖൈറായ സ്വാലിഹായ ഒരു ഇണയെ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്ത് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി അള്ളാഹു ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലൊക്കെ ആക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഖൈറുന്നിസ തമ്മനം ഖത്തം ഓതുണ്ട് മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ മൗഫറത്തിന് വേണ്ടി മറ്റു കൂട്ടുകുടുംബാദികളുടെ മൗഫറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗശമനത്തിനായി വസിയത്ത് ചെയ്തിട്ട് അള്ളാഹു മൗഫറത്ത് നൽകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നാളെ ഇൻഷാ അള്ളാഹ്, നാളെ റമദാനാണെങ്കിൽ നമുക്ക് നാളെ ഖത്തം വഴങ്ങാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഖിലാസ്, മുഅവ്വദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഈ ആഴ്ച എന്ന ഹദിയകൾ, ഓതിയിരിക്കുന്ന ഖത്തമുകൾ അതൊക്കെ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹദിയകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഹദിയ അയച്ചത്, ആ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി അതിൻ്റെയൊക്കെ പ്രതിഫലം മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتذكرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا ونحل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاتل إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من ذلك أهلك والوباء وتحجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار. പടച്ചവനെ ലോക
രക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഖുർആൻ ഓതുന്നത്, ദിക്ർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, ഫർള് നമസ്കരിക്കുന്നത്, സുന്നത്ത് നമസ്കരിക്കുന്നത്, സദഖ ചെയ്യുന്നത്, റബ്ബേ നോമ്പ് നോൽക്കുന്നത്, ഇങ്ങനെ തുടങ്ങി അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അതിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇതൊക്കെ നാളെ ഞങ്ങൾ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതിൻ്റെയൊക്കെ സവാബിനെ പ്രതിഫലത ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പുന്നാര ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ അവരെ അനുചരന്മാരെല്ലാം അമ്പിയാക്കൾ മുർസലീങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വഹാബുൽ ബദരീങ്ങളെ ഹുദീങ്ങളെ ഖന്ദഖീങ്ങളെ ഹുനൈനീങ്ങളെ തബൂഖീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ ഔലിയാക്കളും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും മശായിഖന്മാർ ഖൈറിന്റെ അഹ്ലുകാർ ശുഹദാക്കൾ സുദ്ദീഖീങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ നിന്റെ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദുആക്ക് ആമീൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരുള്ള ഓരോ മഹല്ലിലെയും ഓരോ വീട്ടിലെയും പരിസരത്തുള്ള പരിസരത്തും അന്ത്യവിശ്രമങ്ങളുള്ള എല്ലാ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, അവരുടെയൊക്കെ ദറജകൾ നിവർത്തി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിബത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ റഹ്മാനെ. ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ലോകരക്ഷിതാവായ റഹ്മുറാഹിമായ അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ദോഷങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വശലാക്കല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും വശലാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ശൈത്വാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ശൈത്വാനിയത്തിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ദുഷിച്ച ചിന്തകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്നൊക്കെ കാക്കണേ റഹ്മാനെ. അല്ലാഹു, അത്തരം പ്രവർത്തനങ്ങൾ പെട്ടുകൊണ്ട് മോശമായി കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന് മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, വിവാഹം നടക്കാത്തവരുണ്ട്, ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിലുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പല സന്ദർഭങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നല്ല പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള വേദനകൾ, വിഷമങ്ങൾ, ആവലാദികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അല്ലാഹുവേ, അതൊക്കെ നിനക്കറിയാമല്ലോ റഹ്മാനെ. ഒക്കെ നീ ഖൈറിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. റബ്ബേ, ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ദുആക്ക് വേണ്ടി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ മനസ്സിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, വിഷമങ്ങളാണുള്ളത് നിനക്കറിയാമല്ലോ റബ്ബേ. ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളാണ് സഹിക്കുന്നത് നിനക്കറിയാമല്ലോ റഹ്മാനെ. എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിനക്കറിയാമല്ലോ അല്ലാഹ്. എല്ലാത്തിനും നീ സലാമത്ത്, സമാധാനം, ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കളൊക്കെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദീനുള്ള മക്കളാക്കണേ അല്ലാഹ്. ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. പള്ളിയുമായി ബന്ധപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളോട് ഓതിയതിൻ്റെ, ചൊല്ലിയതിൻ്റെ, ഒരുമിച്ച് കൂടിയതിൻ്റെ ഒക്കെ പ്രതിഫലത്തെ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടെ നാളെ ഞങ്ങളൊക്കെ ഖബർ നീ സന്തോഷത്തിനും റാഹത്തിലുമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ ഖബറിടത്തിലേക്ക് എന്തെങ്കിലും മക്കളായ ഞങ്ങൾ, ഭാര്യമാരാകുന്ന ഞങ്ങൾ, ഭർത്താക്കന്മാരാകുന്ന ഞങ്ങൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നവരാണ് അല്ലാഹുവേ. ഞങ്ങൾ ദിവസവും ഖുർആനോദി അവരുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. പലവരും മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് സ്വതക്കകൾ നൽകി, ഹദിയകൾ നൽകി, സമ്പത്ത് നൽകി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്.
റഹ്മാനായ റബ്ബെ മരണപ്പെട്ടവരെ ആണ്ടാകുമ്പോൾ ഖുർആാനോദി ഖത്തമോദി അതുപോലെ തന്നെ ദിക്ർ സലാത്തുകൾ ചൊല്ലി മൗലൂദ് ചൊല്ലി ദുആ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാന്. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ആ മരണപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂ ഷരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. മരണം നന്നാക്കി തരണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ ദുനിയാവിൽ നിന്ന് വിട പറയും പോലെ വിട പറയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരമാവധി ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് അവിടെ എണ്ണം വെക്കണം. വ്യാഴാഴ്ച മജ്‌ലിസിലേക്ക് അറിയിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.